ഹലോ ഗെയ്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നവ്യയ്ക്ക് പകരം ദേവയാനി ഹോസ്പിറ്റലിലായതിൻ്റെ അങ്കലാപ്പിലാണ് അനാമികയും രേവതിയും. അനാമിക പറയുന്നുണ്ട്, ഇവളുമാർക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ അമ്മയെന്ന്. അതെന്താ? അല്ല, എന്തെല്ലാം ചെയ്താലും ഇവളുമാർ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നല്ലോ എന്ന് പറയുന്നു. എൻ്റെ മോളെ, നവ്യയാണ് ഹോസ്പിറ്റലിലായെങ്കിൽ ഒരു ടെൻഷനുമില്ലായിരുന്നു. ഇതിപ്പം മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ ഈ വീട്ടിലെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ദേവയാനിയെയാണ്. അപ്പം ദേവയാനി ഹോസ്പിറ്റലിലായതിൻ്റെ പേരിൽ എനിക്ക് ടെൻഷനുണ്ട്, എങ്ങാനും വല്ല അന്വേഷണം വരുമോ എന്ന് പേടിയാണെന്ന് പറയും. ആ സമയത്താണ് വേണു അങ്ങോട്ട് വിളിക്കുന്നത്. ദേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയും. ഇങ്ങോട്ട് താ, ഞാൻ പറയാം, എല്ലാം നടന്നു കാണുമെന്ന് വിചാരിച്ച് വിളിക്കുന്നതായിരിക്കും എന്ന് പറയും. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, എങ്ങനായി, എന്തായി, അവൾ ഹോസ്പിറ്റലിലായോ എന്ന് ചോദിക്കും. ഹോസ്പിറ്റലിലായി, പക്ഷേ അവളല്ല, ദേവേടത്തിയാണെന്ന് പറയും. ദേവയാനിയോ? അതെങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിക്കും. അതെങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ ആ പാല് ദേവേടത്തിയായിരിക്കും എടുത്ത് കുടിച്ചതെന്ന് പറയും. അല്ലേലും നിങ്ങളെ രണ്ടിനെയും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴേ ഇങ്ങനെ ആകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പായസത്തിനകത്ത് കലക്കിയതും മാറിപ്പോയി, ഇതും പാലിനകത്ത് കലക്കിയ കാര്യവും ഇങ്ങനെ ആയല്ലോ എന്ന് വേണു പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും വിളിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇവിടെ ആരൊക്കെയാണ് കാത് കൂർപ്പിച്ച് നടക്കുന്നതെന്ന് അറിയത്തില്ല, എന്തെങ്കിലും സംശയം ഉണ്ടായാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രേവതി ഫോൺ അങ്ങ് വെക്കും. എൻ്റെ അമ്മേ, ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അവരെങ്ങാനും തട്ടിപ്പോവുമോയെന്ന്. നീ ഇങ്ങനെ പറയാതെ, വല്ലവരും കേട്ടാൽ പിന്നെ അത് മതി, നമ്മളിലേക്ക് സംശയം വരുമെന്ന് പറയും. എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ, ആ മരുന്ന് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കിടപ്പാവുന്നേ ഉള്ളൂ, അല്ലാതെ മരിച്ചൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. എന്തായാലും സംശയം നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അനാമിക രേവതിയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ICU കിടക്കുന്നതാണ്. ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ജയനും ആദർശും നയനയൊക്കെ. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്നാലും അമ്മയ്ക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറ്റിയെന്ന്. അപ്പം ജയൻ പറയും, ദേവയാനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നല്ലോ, അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് വരാൻ, അവൾ അന്ന് പാല് കുടിച്ചിട്ടാണ് വന്ന് കിടന്നതെന്ന് പറയും. അത് കേൾക്കുന്ന നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ പാല് അമ്മയായിരുന്നു എടുത്തത്? ഞാൻ ചേച്ചിക്ക് വേണ്ടി പാല് കാച്ചി വെച്ചിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ പാൽ അവിടെ ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ പിന്നെ വേറെ പാലെടുത്ത് തിളപ്പിച്ച് ആ ചേച്ചിക്ക് കൊടുത്തെന്ന് പറയും. എന്നാലും ഒരു പാല് കുടിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമോ അച്ഛാന്ന് ആദർശ് ചോദിക്കും. എനിക്കൊന്നും അറിയില്ല മോനെ എന്ന് ജയൻ പറയുന്നുണ്ട്. ആ സമയത്താണ് നവ്യ നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എങ്ങനെയുണ്ടടി എന്നൊക്കെ ചോദിക്കും. ഒന്നും പറയാറായിട്ടില്ല ചേച്ചി, അമ്മ ഇപ്പോഴും ICUയിലാണെന്ന് പറയും. ഇവിടെ നിന്നെ പ്രതിയാക്കാനായിട്ടാണ് എല്ലാവരും നോക്കുന്നത്, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മോളെ എന്ന് പറഞ്ഞ് നവ്യ ഫോൺ വെക്കും. എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പം പെട്ടെന്ന് രണ്ടുപേരും അങ്ങോട്ട് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട് നവ്യയ്ക്ക്. അപ്പം നവ്യ ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴത്തേന് അനാമയും അമ്മയും കൂടെ ഓടിച്ചെന്ന് മുറി കയറുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ടും കൂടെ കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്തായി എന്നറിയാൻ വേണ്ടി വന്ന് ഒളിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞ് നവ്യ ദേഷ്യത്തോടെ മുറിയിലേക്ക് അങ്ങ് പോകും. നയനയും ആദർശവും ജയനും നിൽക്കുന്നിടത്തോട്ട് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഡോക്ടറോട് ആദർശ് ചോദിക്കും, എങ്ങനെയുണ്ട് ഡോക്ടർ എൻ്റെ അമ്മയ്ക്കെന്ന്? വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ഇത്രയും മാരകമായ വിഷം വയറ്റിൽ ചെല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വിഷമെന്ന് കേൾക്കുന്നത് തന്നെ അവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെ തോന്നുന്നെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. പ്രശ്നങ്ങളൊന്നും വീട്ടിലില്ലായിരുന്നു ഡോക്ടർ എന്ന് പറയും. വൈകിട്ട് കിടക്കാൻ നേരത്ത് പാല് കുടിച്ചോ എന്ന് ഡോക്ടർ തിരക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും കുടിച്ചെന്ന്. എന്നാൽ ആ പാലിലൂടെയാണ് വിഷമകത്ത് ചെന്നിരിക്കുന്നത്. സാറിൻ്റെ മിസ്സസ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ആ പാലിൽ വിഷം കലക്കി വെച്ചിരുന്നോ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഡോക്ടർ പറയും. ഡോക്ടർ, ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഉഗ്രവിഷം ശരീരത്ത് മുഴുവൻ പടർന്നിരിക്കുകയാണ്, അതുകൊണ്ട് കാര്യം അത്ര നിസ്സാരമല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകും. ഞാൻ നവ്യേച്ചിക്ക് കാച്ചി വെച്ചിരുന്ന പാൽ അമ്മ എടുത്ത് കുടിച്ചത്, പക്ഷേ ആ പാലിൽ എങ്ങനെ വിഷം വരാനാണെന്ന് നയനെ ചോദിക്കും. എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞ് ജയൻ അങ്ങനെ ICUയിലേക്ക് നോക്കി നിൽക്കും. ആദർശൻ നയനയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് നയന പറയുന്നുണ്ട്, ഇനി ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് സഹിക്കാൻ പറ്റാതെ അമ്മ വല്ലതും ചെയ്തതാണോ എന്ന്. അങ്ങനെയൊന്നും ചെയ്യില്ല നയനെ, അങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മൈൻഡൊന്നും എൻ്റെ അമ്മയ്ക്കില്ലെന്ന് പറയും. പിന്നെ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി നീ തിളപ്പിച്ച് വെച്ച പാലല്ലേ അമ്മ എടുത്ത് കുടിച്ചത്, അതിനകത്ത് നീ വല്ലതും ചേർത്തായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല, ഞാനൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഒരു സംശയം തന്നെ പറഞ്ഞെന്ന് പറയും. എന്നാൽ എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്, നമ്മളുടെ വീട്ടിൽ നമ്മളറിയാതെ എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറയും. അനാമികയ്ക്ക് അമ്മ കൊടുത്ത മാല കാണാതായതുപോലെ തന്നെ എന്തോ കാര്യം ഈ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്.
വരുന്നത്. പിന്നൊരു കാര്യം ഉണ്ടായി. ഞാൻ ഇന്നലെ നവ്യേച്ചിക്ക് പാല് കൊടുത്തിട്ട് വരുമ്പോഴത്തേന് അനാമികയും അമ്മയും റൂമിന് പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചിയും. എന്തോ ഒരു കാര്യമുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയും. പിന്നെ ആണെങ്കിൽ ഇന്നലെ അബിക്കാണെങ്കിൽ നവ്യേച്ചിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ചേച്ചി ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി, പുറത്തൊക്കെ കറങ്ങാൻ കൊണ്ടുപോയി, അങ്ങനെ പലയിടത്തും കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ എന്തോ ഒരു സംശയം ചേച്ചിക്കും തോന്നിയിരുന്നു. ഇനി അബിയും അമ്മയും കൂടെ ആയിരിക്കുമോ ആ നവ്യേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലിൽ ഇങ്ങനെ വിഷം കലക്കിയത്, അതോ അനാമികയും അമ്മയും ആയിരിക്കുമോ എന്ന് നയന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, ആരാണെങ്കിലും ഇപ്പോൾ ഈ ചെയ്തിട്ട് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കുമെന്ന്. ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും അറിയാത്തതിൻ്റെ ടെൻഷനിലാണ് അനാമികയും അമ്മയും. അന്നേരമാണ് ജലജ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഞങ്ങൾ എങ്ങനെ ഉറങ്ങാനാ, ദേവേടത്തിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. എനിക്കും അങ്ങനെ തന്നെയാണ്, ഏടത്തിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ ഇന്ന് എനിക്ക് ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞ് ജലജ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ലാത്തതെന്ന് രേവതി പറയുന്നുണ്ട്. അതിലെന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നത്? അമ്മായിയമ്മ വീഴാനായിട്ട് മരുമോൾ ചെയ്ത പണി തന്നെയായത്. എന്തായാലും ഉഗ്ര വിഷമങ്ങാണ്ടാണ് കലക്കി കൊടുത്തിരിക്കുന്നതെന്ന് ജലജ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അനാമികയും അമ്മയും പരസ്പരം ഒന്ന് നോക്കും. എന്നാലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അനാമിക ചോദിക്കും. എന്തായാലും ഇവളുമാരത് ചെയ്യും. മുഖം മറച്ചുകൊണ്ട് കയറി വന്നവളുമാരല്ലേ, പിന്നെങ്ങനെയാ? ഇവളുടെ ഒരു ചേച്ചി ഉള്ളത് അതിനേക്കാൾ പ്രശ്നക്കാരിയാണ്. അതുകൊണ്ട് ഇവളുമാർ തന്നെ ചെയ്തതാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും. അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയനി അവൾ അമ്മായിമ്മയ്ക്കിട്ട് കൊടുത്ത പണിയായിരുന്നാണ് എനിക്ക് തോന്നുന്നെന്ന് ജലജ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേന് നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെയാണല്ലോ ഇവളും പറയുന്നെന്ന് അനാമികയും അമ്മയും കരുതുന്നുണ്ട്. ഐസുവിൻ്റെ മുമ്പിലിരിക്കുന്ന ആദർശ് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നയനയെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും ചെയ്തതാണോ അച്ഛാന്ന്? ഇല്ല മോനെ, അവൾ അത്രയ്ക്ക് മനക്കെട്ടിയില്ലാത്തവളൊന്നുമല്ല, അവൾ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയും. എന്നാൽ പിന്നെ നമ്മളുടെ വീട്ടിൽ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ആദർശ് പറയും. അത് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് ജയനും പറയുന്നുണ്ട്. രാവിലെ ഉറക്കം എണീറ്റ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്നെന്താ നയനമോൾ ചായ കൊണ്ടുവരാൻ താമസിക്കുന്നെന്ന്. ചിലപ്പം നയനമോൾ ആദർശിൻ്റെ കൂടെ അമ്പലത്തിൽ വല്ലതും പോയി കാണുമെന്ന് ആ മുത്തശ്ശിയും പറയും. അന്നേരത്തേന് ജലജ അങ്ങോട്ട് ചായയും കൊണ്ട് വരും. ജലജ പറയും, അവൾ അമ്പലത്തിലൊന്നും പോയതല്ല, ഹോസ്പിറ്റലിൽ പോയതാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു സന്തോഷമാകുന്നൊക്കെ ഉണ്ട്. അവർ ചോദിക്കും, നയനമോൾക്ക് എന്ത് പറ്റി, തലചുറ്റൽ വല്ലതും ഉണ്ടായോ, വിശേഷം വല്ലതും അറിയിച്ചോ എന്നൊക്കെ ചോദിക്കും. അതിന് അവക്കല്ല വിശേഷം, ഏട്ടത്തിക്കാന്ന് പറയും. ഇതെന്നാ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, ഇന്നലെ രാത്രി നടന്ന സംഭവമൊന്നും അമ്മയും അച്ഛനും അറിഞ്ഞില്ലല്ലോ. ഇന്നലെ ഏട്ടത്തിക്ക് വയ്യാതാകുകയും ആശുപത്രി കൊണ്ടുപോവുകയൊക്കെ ചെയ്തെന്ന് പറയും. ഇപ്പോൾ ഹോസ്പിറ്റലിലാന്ന് പറയും. നയനയും ആദർശും ജയേട്ടനും ഹോസ്പിറ്റലുണ്ടെന്നും പറയുന്നുണ്ട്. ആദർശിനെയും നയനയും 2 മുറി കിടത്താൻ വേണ്ടി ആദർശിനെ കൊണ്ട് 41 ദിവസത്തെ വ്രതമെടുപ്പിച്ചവളാ ദേവയാനി. അന്നേ ഞാൻ പറഞ്ഞതാ ദൈവത്തോട് കളിക്കരുതെന്ന്, ഇപ്പം കണ്ടില്ലേ എന്ന് മുത്തശ്ശൻ പറയും. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്തായാലും ഇന്നലത്തെ പോക്ക് കണ്ടിട്ട് ഏട്ടത്തിക്ക് ഇച്ചിരി കൂടുതലാണെന്നാണ് തോന്നുന്നെന്നും ജലജ പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന അനാമികയും രേവതിയും കൂടെ ഹാളിലിരിക്കുമ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നവി അങ്ങോട്ട് വരും. നവിയെ കാണുന്ന ഉടനെ രേവതി പറയും, നിൻ്റെ അനിയത്തി എന്തായാലും കൊള്ളാലോ, അമ്മായിമ്മയെ കിടത്തിക്കളഞ്ഞല്ലോ എന്ന്. എൻ്റെ അനിയത്തി അങ്ങനൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ വെറുതെ വേണ്ടാത്ത വർത്താനം പറയരുതെന്ന് പറഞ്ഞ് നവി അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് ചെല്ലും അവരുടെ അടുത്തോട്ട്. നയന എനിക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലിൽ ആരോ വിഷം കലക്കി വെച്ചിരുന്നു, അതറിയാതെ അമ്മായി എടുത്ത് കഴിച്ചു, അതാരാണെന്നൊക്കെ എനിക്കറിയാം എന്ന് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് അനാമികയോട്. അപ്പോൾ അനാമിക പറയും, ഞങ്ങളാരും അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. നിങ്ങളുടെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചതല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ ആ പായസത്തിൽ എന്തോ പൊടിയിട്ട് കലക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് മാറ്റി വെച്ചത്. നിങ്ങൾ കുഴിച്ച കുഴിയും നിങ്ങൾ തന്നെ വീണു, അതല്ലാതെ എന്ത് പറയാനാന്ന് ചോദിക്കും. ഇടി നീ അങ്ങനെ ഞങ്ങളെ കള്ളികളാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. എന്താ കാര്യമെന്ന് ചോദിക്കും. അത് പിന്നെ മുത്തശ്ശ, ഇവൾ ഇവിടെ അനിയത്തിയും കൂടെ കൂടിയല്ലേ വല്യമ്മയെ ആശുപത്രിയിലാക്കിയത്, ഇവർ വിഷം കൊടുത്തതായിരിക്കും എന്നൊക്കെ അനാമിക പറയും. ഉടനെ മുത്തശ്ശി പറയും, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയരുത് മോളെന്ന് പറയും. മുത്തശ്ശൻ ഉടനെ പറയും, ഈ സംസാരത്തിലൊക്കെ ഇച്ചിരി മാന്യതയൊക്കെ കാണിക്കണം, അവളെന്നൊന്നും പറയേണ്ടത്, നവിയെ നയനെ നിൻ്റെ ഇളയതുങ്ങളല്ല ഏട്ടത്തിമാരാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിക ഒന്ന് ചമ്മുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശ, വല്യമ്മ വയ്യാതായി ആശുപത്രിയിലാണെന്ന് കേട്ടപ്പോൾ ഉള്ള സങ്കടം കാരണം ഞാൻ അങ്ങനെ പറഞ്ഞ് സോറി എന്ന് പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് വേണ്ടിയാണ് നയന ആ പാല് കാച്ചി വെച്ചത്. കുറച്ചു നേരം കഴിഞ്ഞ് നയന ചെല്ലുമ്പോഴത്തേക്ക് ആ പാൽ അവിടെ ഇല്ലായിരുന്നു. അവൾ വേറെ പാൽ എടുത്ത് കൊണ്ട് വന്നാണ് അത് എനിക്ക് കാച്ചിക്കൊണ്ട് തന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന പാലിൽ ആരോ വിഷം ചേർത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ ആ പാലെടുത്ത് കഴിച്ച്
അമ്മായിക്ക് വയ്യാതായത്? ശരിക്കും ഇത് എന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനൊന്ന് അനാമികയും അവരുടെ അമ്മയും സൂക്ഷിച്ചൊന്ന് നോക്കും. അപ്പോൾ അനാമിക അങ്ങ് പരുങ്ങി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.